പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിൽ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് യൂത്തായിട്ട് ഈ ആരാധനയിൽ കൂടി വരുവാനും നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും പാടുവാനും തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, എത്രയോ പേർ കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണമൊക്കെ ഈ ലോകം വിട്ടു പോയപ്പോഴും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തന്ന വഴി നടത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിൽ നിന്ന് സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഭാഗവും ദൈവമേ നിന്റെ നാമമാത്രത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ വചനം കേൾക്കാൻ പോകുമ്പോഴും ഞങ്ങൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങൾ 20 നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 20. സർവേശ്വര, ഞാൻ എന്നും അവിടുത്തെ അചഞ്ചല സ്നേഹത്തെ പ്രകീർത്തിക്കും. ഞാൻ എന്നും അവിടുത്തെ വിശ്വസ്തതയെ പ്രഘോഷിക്കും. സർവേശ്വരനെ ആരാധിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. സർവേശ്വരനെ ആരാധിക്കുവൻ, അവിടുത്തെ ബലത്തിൽ ആശ്രയിക്കുവൻ, അവിടുത്തെ സാന്നിധ്യം നിരന്തരം തേടുവൻ. ഓരോ ആരാധനയും സൃഷ്ടാവിനോടുള്ള സംഭാഷണമാണ്. പുതിയ ദർശനങ്ങളും ചുവടുകളുമായി ജീവിതം കൂടുതൽ മൂല്യവത്താക്കുന്നതിന് ഇത് മനുഷ്യരെ പ്രാപ്തരാക്കുന്നു. അതിനാൽ മനസ്സൊരുക്കത്തോടും ആത്മാർത്ഥതയോടും നമുക്ക് ആരാധനയിൽ പങ്കുചേരാം. അർത്ഥപൂർണമായ ജീവിതത്തെ ലോകത്തിന് മാതൃകയായി കാണിക്കുവാൻ പുത്രനെ അയച്ച പിതാവാം ദൈവമേ, പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ അർത്ഥപൂർണമായി
അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്നതിന് ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ വന്ദിക്കുന്നു. തന്റെ തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഏറ്റുപറഞ്ഞ് അവയെ ഉപേക്ഷിക്കുന്നവനും കരുണ ലഭിക്കും. കണ്ടെത്താവുന്ന സമയത്ത് സർവേശ്വരനെ അന്വേഷിക്കുവൻ. സമീപത്തുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. ദുഷ്ടൻ തന്റെ വഴിയും നീതികെട്ടവൻ തന്റെ ആലോചനകളും ഉപേക്ഷിക്കട്ടെ. കരുണ ലഭിക്കാൻ അവിടുത്തെ അടുക്കലേക്ക് അവൻ മടങ്ങി വരട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കുമല്ലോ. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെ കൊടുത്തിട്ടുള്ള അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. അനന്ത സാധ്യതകൾ നൽകി വിവിധ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി യുവജനങ്ങളായ ഞങ്ങളെ അവിടുന്ന് ഭൂമിയിൽ നിയോഗിച്ചു. പലപ്പോഴും ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും നിസ്സംഗതയും ഈ നിയോഗത്തിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായി. സുന്ദരമായ പ്രപഞ്ചത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്ന പ്രകൃതി വിരുദ്ധ ശക്തികൾ, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാകുന്ന ഉൽപ്പന്നങ്ങൾ, ആശയങ്ങൾ എന്നിവയോട് ഞങ്ങൾ രമ്യപ്പെടുകയും പ്രതികരിക്കേണ്ട മേഖലകളിൽ ശക്തരായി നിലകൊള്ളുകയും ചെയ്തു. ദൈവസ്നേഹം തലമുറകൾക്ക് പകർന്നു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങളിലാണ് പറഞ്ഞിട്ടും പുതുതലമുറയെ കപടതയില്ലാതെ കരുതുന്നതിനും പഠിപ്പിക്കുന്നതിനും ഞങ്ങൾ വിമുഖത കാട്ടി. ഞങ്ങൾക്ക് ലഭിച്ച നല്ല സമയങ്ങളിലധികവും സാമൂഹിക മാധ്യമങ്ങളുടെയും ഉപകരണങ്ങളുടെയും മുൻപിൽ പാഴാക്കി. പരിധിയില്ലാത്ത സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ അതിക്രമങ്ങളെ ഞാൻ കാർമേഘത്തെ എന്ന പോലെയും നിന്റെ പാപങ്ങളെ മൂടൽമഞ്ഞെന്ന പോലെയും ഞാൻ തുടച്ചു നീക്കി. എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. ഞാനാകുന്നു, എനിക്ക് വേണ്ടി നിന്റെ അതിക്രമങ്ങളെ ഞാൻ തുടച്ചു നീക്കുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. ക്രിസ്തീശുവിനോട് ഏകീഭവിച്ച് ജീവിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ക്രിസ്തീശുവിനോട് ഏകീഭവിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന ആത്മാവിൻ്റെ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് എന്നെ സ്വന്തമാക്കി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തീശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. പരമനാഥ, അവിടുത്തെ ധർമ്മശാസ്ത്രത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. പ്രത്യേക അപേക്ഷ. മുഴുവൻ പ്രപഞ്ചത്തിനും നാഥനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഒരു മനസ്സോടെ വന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങേ ആരാധിപ്പാനും അവിടുത്തെ വചനം ധ്യാനിപ്പാനും ആവശ്യമായ ഏകാഗ്രത നൽകണമേ. അവിടുന്ന് നൽകുന്ന പുതുജീവനം ശക്തിയും പ്രാപിച്ച് ദൈവരാജ്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സമൂഹത്തിൽ അർത്ഥവത്തായ ജീവിതം നയിക്കുന്നതിനും അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഒന്നാം വേദഭാഗം. ഈ വിശുദ്ധ ദിവസത്തിൽ വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1 മുതൽ 23 വരെ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുവന്ന് ഇശ്മായേലരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടിക്കാരനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അവൻ കൃതജ്ഞനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊക്കെയും അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോട് കൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ ദിനംപ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു, എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോടുകൂടി ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ചു ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം സംസാരിച്ചു, നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാക്കൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം. സങ്കീർത്തനം 17. സങ്കീർത്തനം 17 വാക്യപ്രതി വാക്യമായി വായിക്കാം. യഹോവ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എൻ്റെ പരീക്ഷിച്ച് ദുരിദോഷമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെ ആയിരുന്നു. എൻ്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, എന്നെ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരോടും കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുതകരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളെ എന്നെ പിടിക്കാത്ത വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ ഇപ്പോഴും തങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു. യഹോവ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവ എൻ്റെ പ്രാണനെ നിന്റെ വാളുകൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ചേർന്ന് വയ്ക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം. Second lesson is taken from the book of Hebrews, chapter 12, verses 1 to 11. Second lesson is taken from the book of Hebrews, chapter 12, verses 1 to 11. For us we have this large crowd of the witness around us, so that let us rid ourselves of everything that gets in the way, and of the sin which holds to us so tightly. Let us run with the determination that lies before us. Let us keep our eyes fixed on Jesus. On those our faith depends from the beginning to the end. He did not give up because of the cross, because of the joy that was waiting for him. He thought nothing during on the cross, and he was now seated at the right hand side of the God. Think what he went through. Now he put up with the sins. Don't let yourself become grown up in the struggle that against sin you have been not let spoil by being killed. Now discipline always been painful rather than the pressure at the time, but later the peaceful fruit of the righteousness to those who have been trained by it. Therefore, your weakness and the strength made the path for your feet, so that being trained, put out of the joint, being healed. Here ends the lesson. സുവിശേഷം. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സെദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവരിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. നിങ്ങൾ കേട്ടത് സുവിശേഷമാണ്. വചന ശുശ്രൂഷയ്ക്ക് മുൻപായി ഗീതം 426 പാടാം. ഈ പാട്ടിന് ശേഷം മിസ് ടിജ തോമസ് പ്രസംഗിക്കുന്നതാണ്. ഗീതം 426.
ഞങ്ങളെ അദ്വാൻസര്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ആയിരിക്കുന്നു കർത്താവേ. കർത്താവ്, നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവെ നീ എന്ന് സംസാരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം ശുശ്രൂഷിക്കുന്ന അടിയെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രമിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാം. സ്തോത്രം സകല യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യുവജന ഞായറായി നാം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് യുവജനം അർത്ഥപൂർണമായ ജീവിത അന്വേഷണത്തിൽ എന്നുള്ളതാണ്. ഇതിനെ ആസ്പദമാക്കി ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അർത്ഥപൂർണമായ ജീവിതത്തെ അന്വേഷിക്കുന്ന സമയമാണ് യൗവനം എന്നുള്ളത്. ഏറ്റവും ചാലഞ്ചിങ് പീരീഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന സമയം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും യൂത്ത് അല്ലെങ്കിൽ യൗവനം എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സമയമാണ് യൗവനം. വളരെ ഉത്സാഹവും ഊർജവുമുള്ള ഒരു ടൈം. സ്വന്തമായി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും അത് നിറവേറ്റുവാനും കഴിയുന്ന ഒരു സമയം. നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അകത്ത് ഇടപെടുവാൻ ഒരു വ്യക്തിയെ പോലും നാം അനുവദിക്കാറില്ലാത്തൊരു സമയം. ഈ സമയം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നേടിയെടുക്കുവാനും സാധിക്കും. നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഒരു നല്ല ജോലി, നല്ല സാമ്പത്തികം, നല്ലൊരു കുടുംബം, ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടേതായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയം. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മനസ്സിലേറ്റി ജീവിതത്തെ കരുപിടിപ്പിക്കാൻ വഴികൾ അന്വേഷിക്കുന്ന ഒരു സമയം. ഈ അന്വേഷണത്തിൽ നമ്മൾ നന്മയിലും തിന്മയിലും അകപ്പെടാം. ഏറ്റവും കൂടുതൽ പാപത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് യൗവനം എന്ന് പറയുന്നത്. ഇന്നത്തെ യുവതി യുവാക്കൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ദൈവദത്തമായ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ എന്തൊക്കെയുണ്ടോ അതിലോട്ടൊക്കെ തിരിഞ്ഞ് തങ്ങളുടെ ദൈവദത്തമായ ജീവിതം അവർ നശിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത്. ടെക്നോളജി വളരും തോറും നമ്മൾ അതിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, കൂട്ടുകാരിൽ നിന്ന് വരുന്ന സമ്മർദ്ദം, ഇവയെല്ലാം മൂലം യുവതലമുറ വളരെ അധികം പാപത്തിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ഇങ്ങനെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കൊക്കെ അടിമയായി താൽക്കാലിക ഭ്രമങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലയളവിലാണ് യുവജനം അർത്ഥപൂർണമായ ജീവിത അന്വേഷണത്തിൽ എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുള്ളത്. യൗവന കാലത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. യൗവന കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ പൗലോസ് ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 2 തിമോഥെയോസ് 2:22 പൗലോസ് തിമോഥെയോസിനെ ഉത്ബോധിപ്പിക്കുന്നു യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അർത്ഥം നൽകുന്നത് നമ്മൾ നമ്മുടെ ടീനേജും യൗവനവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ യൗവനകാലത്ത് ദൈവം ദാനമായിട്ട് തന്ന ആ വർഷങ്ങൾ വളരെ ഗൗരവത്തോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു ലക്ഷ്യബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി 12:1 ഇപ്രകാരം പറയുന്നു,
യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന്. ഇവിടെ ഓർത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തെ നാം ഓർക്കാറുണ്ടോ? ഇന്നത്തെ യുവതലമുറ അവരുടെ സമയത്തിന്റെ ഏറിയ പങ്കും ജോലി സ്ഥാനങ്ങളിൽ ചെലവാക്കുന്നു. അതുകൊണ്ട് അവർക്ക് ആത്മീയമായി ദൈവസന്നിധിയിൽ ഇരിക്കാനോ ആത്മീയമായിട്ട് വളരുവാനോ ഒന്നും സാധിക്കുന്നില്ല. യുവജനങ്ങളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടേതായ എല്ലാ ലൗകിക കാര്യങ്ങൾക്കും നമ്മൾ സമയം ചെലവഴിക്കുന്നതിനോടൊപ്പമോ അതിൽ കൂടുതൽ സമയമോ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന ആരോഗ്യം നമുക്കുണ്ട്, പണമുണ്ട്, എന്തും നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട്. പക്ഷെ പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ കൃപകളും എല്ലാം ദൈവം തന്ന ദാനമാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ ആയിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സഭാപ്രസംഗി 19:9 നാം കാണുന്നു, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവ ഒക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ഇവിടെ സഭാപ്രസംഗി പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നടന്നുകൊള്ളുക, എങ്കിലും നിന്റെ ദൈവത്തെ ഓർത്തുകൊള്ളുക എന്ന്. നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നമ്മുടെ ഇന്നലകളും നാളെയും ഇന്നുമെല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. ആ ദിവസത്തിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. 1 തിമോഥെയോസ് 4:12 നാം കാണുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാൻ. നമ്മുടെ വാക്കിലും നടപ്പിലും നോട്ടത്തിലും ചിന്തയിലും ഒക്കെയും നാം മാതൃകയായി ജീവിക്കണം. ദൈവകേന്ദ്രീകൃതവും ക്രിസ്തു കേന്ദ്രീകൃതവുമായ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന് ഉടമയാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അർത്ഥപൂർണമായ ജീവിതം എങ്ങനെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവവചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അർത്ഥപൂർണമായ ജീവിതത്തിൽ വിശുദ്ധിയുടെ പര്യായമാണ് യോസഫ് എന്ന്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട 1-ാം വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് കാണാം, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഒരു വ്യക്തിയാണ് യോസഫ്. യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു യോസഫ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ തന്റെ ഭവനത്തിൽ നിന്നും തന്റെ ദേശത്തിൽ നിന്നും വേർപെട്ട അന്യദേശത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുകയും യോസഫിനെ കൊട്ടക്കിണച്ചിലിടുകയും ചെയ്തു. ഒടുവിൽ സഹോദരന്മാർ അവനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അവിടുന്ന് പിന്നീട് അവർ അവനെ ഫറവോന്റെ അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു. ഒടുവിൽ യോസഫ് മിസ്രൈമിൽ എത്തിച്ചേർന്നു. തുടർന്നുള്ള യോസഫിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 39:6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പൊത്തിഫറിന്റെ ഭാര്യ അവനെ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. എങ്കിലും യോസഫ് അതിനൊന്നും വഴങ്ങിയില്ല. അതിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, യോസഫ് തന്റെ യജമാന്റെ ഭാര്യയോട് പറയുന്നതായിട്ട് കാണുന്നു, എന്റെ യജമാനൻ എനിക്ക് സകലത്തിലും അധികാരം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നത്
എൻ്റെ യജമാനോടോ നിന്നോടോ അല്ല, എൻ്റെ ദൈവത്തോട് മഹാദോഷം പ്രവർത്തിച്ച് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന്. പാപം ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ വസ്ത്രം വിട്ടിട്ട് ഓടിപ്പോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ലോകത്ത് യുവജനങ്ങളുടെ ഇടയിൽ ജീവിത വിശുദ്ധി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. വിവര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും നമ്മുടെ സാമൂഹ്യ ജീവിതവും വിശുദ്ധിയോടെ ആണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം വിശുദ്ധിയോട് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ നാം വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. ദൈവം വിശുദ്ധമായിരിക്കുന്ന പോലെ നാമും വിശുദ്ധമായിരിക്കണം. അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്ക് യോസഫിന്റെ ജീവിത വിശുദ്ധി എന്നും ഒരു മാതൃകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടാണ് എന്നുള്ളത്. പാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനകത്തായി തീരുമാനം ഇടവരുത്തരുത്. അതിനോട് നോ പറയുവാൻ, അതിനെ വിട്ട് ഓടിപ്പോകുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. യോസഫിന്റെ ജീവിതത്തിൽ നീണ്ട 13 വർഷം പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അവൻ ദൈവത്തെ ഒരിക്കലും ത്യജിച്ചു പറഞ്ഞില്ല. ദൈവത്തോടുള്ള വിശ്വസ്തത, ആത്മാർത്ഥത, സത്യസന്ധത, ദൈവഭക്തി, ജീവിത വിശുദ്ധി ഇവയെല്ലാം ദൈവപ്രസാദത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അവനെ അനുഗ്രഹിച്ച് തടവറയുടെ കൂരിരുട്ടിൽ നിന്ന് ഒരു പ്രകാശത്തിലേക്ക്, ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാക്കി. ഉൽപ്പത്തി 39:2 നാം വായിക്കുന്നു, യഹോവ യോസഫിനോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായിരുന്നു. The Lord was with him, so he became a successful man. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മോട് കൂടി ഉണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ മാത്രമാണോ നാം ദൈവത്തെ ഓർക്കാറ്? അതോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിനൊരു പ്രഥമ സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. മത്തായി 6:33 കാണുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. അതേപോലെ 1 കൊരിന്ത്യർ 2:9 നാം വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന്. യോഹന്നാൻ 14:23 നാം വായിക്കുന്ന പോലെ, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടും കൂടെ വസിക്കുവാനാണ്. അതിന് നാം ദൈവത്തിന് ഇടം കൊടുത്തിട്ടുണ്ടോ? അതോ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കാണോ നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഉൽപ്പത്തി 39:5 നാം വായിക്കുന്നു, യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമ്യ വീടിനെ അനുഗ്രഹിച്ചു, വീട്ടിലും വയലിലും അവനുള്ള സകലത്തിലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായെന്ന്. അതേപോലെ 23-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കിയെന്ന്. ഈ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവം യോസഫിനെ അനുഗ്രഹിച്ചപ്പോൾ അവന്റെ ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി, വിജയം, അധികാരം എന്നിവ മാത്രമല്ല, ദൈവം യോസഫിനെ അനുഗ്രഹിച്ചപ്പോൾ താൻ മുഖാന്തരം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ യോസഫ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന്. യോസഫ് അനുഗ്രഹിക്കപ്പെട്ടതിനാൽ ഫറവോന്റെ രാജ്യത്തെ രക്ഷിപ്പാൻ യോസഫിന് കഴിഞ്ഞു. അവനെ വഞ്ചിച്ച സഹോദരന്മാരെ ക്ഷാമകാലത്ത് രക്ഷിപ്പാൻ യോസഫിന് സാധിച്ചു. ദൈവം യോസഫിനെ അനുഗ്രഹിച്ചതിനാൽ അവന് ഉന്നത സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചു. പൊത്തിഫറിന്റെ മുൻപിൽ, കാരാഗൃഹ പ്രമാണിയുടെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിൽ ഒക്കെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സാധിച്ചു. ഇനി യോസഫിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മാതൃകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവനാമം മഹത്വപ്പെടുവാൻ,
ദൈവത്തെ സേവിക്കുന്നതിലും ആരാധിക്കുന്നതിലും ഉത്സാഹമുള്ളവരായിരിക്കണം. രണ്ടാമതായിട്ട് അർത്ഥപൂർണമായ ജീവിതം അനുഗമനത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. ശരിയായ അനുഗമനം നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. നാം ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. പക്ഷെ ഇന്നത്തെ യുവതലമുറ ഫോളോ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും പേഴ്സണാലിറ്റീസിനെ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർസിനൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ദൈവ പൈതൽ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ ആയിരിക്കണം. യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു നദനയിലും ഫിലിപ്പോസും യേശുവിനെ അനുഗമിക്കുന്നതായിട്ട്. അതുകൊണ്ട് എബ്രായർ 12:2 നാം വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഉത്തമ മാതൃകയായ യേശുവിനെ അനുഗമിക്കുവാൻ ദൈവമക്കളായ നാം ഓരോരുത്തരും തയ്യാറാകണം. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരും. കൂടാതെ അനേകരെ അനുഗമനത്തിന്റെ പാതയിലൂടെ ക്രിസ്തുവിൽ എത്തിക്കുവാൻ സാധിക്കും. ദൈവരാജ്യ പ്രവർത്തനത്തിന് ഒരു അഭിവാജ്യ ഘടകമാണ് യുവജനങ്ങൾ എന്ന് പറയുന്നത്. യൂത്ത് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ കമ്പോണന്റ് ഇൻ ദ സർവീസ് ഓഫ് ഗോഡ്. യുവജനങ്ങളായ നമുക്ക് ദൈവത്തിനു വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാറില്ല. ദൈവം നമുക്ക് പലവിധമായ താലന്തുകൾ, കഴിവുകൾ തന്നിട്ടുണ്ട്. അതെല്ലാം ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മളൊന്നും വെറുതെ കളയരുത്. ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. മത്തായി 25:23 നാം കാണുന്നു, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കുമെന്ന്. ഒരു പാട്ടിന്റെ 2 വരികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ നിൻ കയ്യിൽ നൽകിയിടുന്നു, സമ്പൂർണമായി എന്നെ മാറ്റണമേ, എൻ പ്രാർത്ഥന ഒന്നു കേൾക്കണമേ, നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാൻ എന്നെ സമർപ്പിക്കുന്നു, നിൻ കയ്യിൽ ഞാൻ പൂർണ്ണമായി എന്നെ നിറയ്ക്കണമേ, എന്നെ നിത്യവും നടത്തണമേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ, നിന്നാലോചനയാൽ നടത്തണമേ, നിൻ ഹിതമെന്നിൽ പൂർണ്ണമാകാൻ എന്നെ സമർപ്പിക്കുന്നു, നിൻ കയ്യിൽ പൂർണ്ണമായി എന്നെ നിറയ്ക്കണമേ, എന്നെ നിത്യവും നടത്തണമേ. ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിന്റെ ഹിതം നമ്മളിൽ പൂർണ്ണമാകുവാൻ നമ്മെ തന്നെ മുഴുവനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ച് മുന്നേറുവാൻ, യൗവനപാതയിൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാൻ യുവജനങ്ങളായ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമരിയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് മനുഷ്യരുടെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക
നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവ സ്നേഹിതരെയും സെലാഘോഷകളുടെ പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മഴയായതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ വന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം ഞായറാഴ്ച ഞായറാഴ്ചയായിട്ട് ആരംഭിക്കുന്നു. ഈ വർഷം നമുക്ക് വൈദ്യുതികളുടെ മധ്യത്തിൽ പ്രകാരം ചെയ്യാനായി സാധിച്ചു. അതിനാണ് നമ്മുടെ മക്കളോട് പ്രത്യേക നന്ദി കടപ്പാട് അവരെ അറിയിക്കുന്നു. ദൈവം കൂടുതലായി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചന ശുശ്രൂഷ നൽകുന്ന വിജയോടുള്ള പ്രത്യേക നന്ദി കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. യുവജനം അർത്ഥപൂർണമായ ജീവിത അന്വേഷണം എന്ന മനുഷ്യരെ സംബന്ധിച്ചുള്ള ആരാധനയുടെ ഭാഗങ്ങളുള്ള ശുശ്രൂഷയുമാണ് നിർമ്മിച്ചത് എന്ന ദൈവം അനുഗ്രഹിക്കേണ്ട പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആരാധന തുടരും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണങ്ങാം. എല്ലാ യുവജനങ്ങളും തങ്ങളുടെ യൗവനകാലത്ത് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ദർശനവും ധൈര്യവുമുള്ള യുവതലമുറയെ ഒരുക്കണമേ. ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടുവാനും ശബ്ദമുയർത്തുവാനും പ്രവർത്തിക്കുവാനും എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഭയെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയിലെ എല്ലാ ബിഷപ്പുമാരെയും CSI, CNI മോഡറേറ്റർമാർക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയെയും അവരുടെ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ മഹായിടവക അധ്യക്ഷനായ റൈറ്റ് റവറൻഡ് ബേക്കർ നൈനാൻ തിരുമേനി, സ്ത്രീജന സഖ്യത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി സഖി മേരി ഫെൻ കൊച്ചമ്മ, ഞങ്ങളുടെ മഹായിടവകയുടെ സെക്രട്ടറിമാർ, ട്രഷറർ, ഞങ്ങളുടെ അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റർമാർ, മിഷണറിമാർ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകമായി ജനറൽ സെക്രട്ടറി റവറൻഡ് ഷിനു ജോൺ ചാക്കോ, യൂത്ത് വർക്കർ ശ്രീ MN ജോസഫ് മൈക്കിൾ, യുവജന ബോർഡ് അംഗങ്ങൾ, ഏരിയ പ്രസിഡന്റുമാർ, ഏരിയ ഭാരവാഹികൾ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടും കാര്യക്ഷമതയോടും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ആരോഗ്യവും കൃപയും നൽകണമേ. കോവിഡ് വൈറസ് വ്യാപനത്തിൽ ജീവിതം ബുദ്ധിമുട്ടിലായ സമസൃഷ്ടങ്ങളെ ഓർക്കാം. വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്നവർ, ആശ്രയം നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനവും പ്രത്യാശയും ജീവിത സമാധാനവും അവിടുന്ന് നൽകണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ ഓർക്കാം. സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്നവരായി നല്ല ജീവിതാനുഭവങ്ങളിലേക്ക് തിരികെ വരുന്നതിന് അവരെ സഹായിക്കണമേ. ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവർ, മാതാപിതാക്കളുടെ കരുതൽ ലഭിക്കാതെ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന കുഞ്ഞുങ്ങൾ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനം, ഭരണകർത്താക്കൾ, വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നവർ എന്നിവർക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഓർക്കാം. യാതനയിലും അന്ധകാരത്തിലും വീണുലഞ്ഞ ഒരു ജനതയ്ക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട മിഷണറിമാരെയും അവർ പണിതുയർത്തിയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നവർ അറിവിനാലും വിവേകത്താലും പക്വത നേടിയവരും ദൈവവിശ്വാസത്താലും ആരാധന കൂട്ടങ്ങളാലും ബഹുമാന്യരായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയുടെയും സമഗ്ര വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനുമായി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി നല്ല സമൂഹങ്ങളെ കെട്ടുപണി ചെയ്യുവാനുള്ള ജ്ഞാനത്തെ അവിടുന്ന് നൽകണമേ. ലോകത്തിന്റെ അറ്റത്തോളം സകല ജനത്തോടും സുവിശേഷം അറിയിപ്പാനും തന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കാനും ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് അങ്ങയോട് യാചിക്കുന്നു.
മലിനീകരണത്തിനും ചൂഷണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ക് വേണ്ടിയും തകർക്കപ്പെടുന്ന സൃഷ്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇതിനെ സംരക്ഷിക്കേണ്ടവരാണ് എന്ന ബോധം ഞങ്ങളിൽ ജനിപ്പിക്കണമേ. പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് പങ്കുചേരാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാതെ മനോഹരമായ പ്രപഞ്ചത്തിൽ ഞങ്ങളെ നയിക്കുന്ന സകല സാധ്യതകൾക്കായും കഴിവുകൾക്കായും സ്നേഹബന്ധങ്ങൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. വചനാനുഷ്ഠാനവും യോഗപൂർവമായ മനഃപ്പാസായ ജീവിതം നയിക്കുന്നതിന്റെ ശിശുക്കൾ ഞങ്ങളെ മോഡറേറ്റർ മഹായിടവക ബിഷപ്പ് അംഗങ്ങൾ എന്നിവർക്കായും അവരുടെ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ലഭിക്കുന്ന ആത്മീയ സ്നേഹത്തിനും നല്ല ദർശനങ്ങൾക്കും സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവും പ്രിയകതയുമായ അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ജ്ഞാനകീർത്തനം 220 പാടുമ്പോൾ നമുക്ക് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ്. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, മാറുന്ന ലോകത്തിന് മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്ന സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം ഭയാനകപരമായി തീരുകയാണ്. കൊറോണ എന്ന വൈറസിനാൽ അനേകർ മരിച്ചു കഴിഞ്ഞു. അനേകരുടെ ജോലി നഷ്ടമായി. വ്യക്തികളും സമൂഹവും സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ഭയപ്പെടാതെ ജോസഫിനെ പോലെ നിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാനും പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖിതനായി മടങ്ങിപ്പോകാതെ ഞങ്ങൾക്കുള്ളത് നന്നായി വിനിയോഗിക്കാനും ഞങ്ങളുടെ ദാനങ്ങളെ അങ്ങയോട് ചേർന്നിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വസൃഷ്ടാവാം ദൈവമേ, അങ്ങയുടെ സൃഷ്ടികൾക്കും ഭൂമിയിൽ ജീവിക്കുന്നതിനും പ്രാദേശിക അനുഭവിക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകി.
ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരുതൽ സമർപ്പിക്കുന്നു. ആമേൻ. അങ്ങേ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടം ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ ഞങ്ങളെ ഇടയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനെ കൊണ്ടായി നമ്മുടെ യുവജനങ്ങളോടുകൂടി ഇവരെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ ഒടുവിലായി ജ്ഞാനകീർത്തനങ്ങൾ 251 പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 251. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിനെ